നമസ്കാരം. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കലുഷിതമായ ഒരു അധ്യായമാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ശക്തമായ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിലുള്ള പോരാട്ടം. അടുത്തിടെ ജയിലിൽ കഴിയുന്ന ഖാന്റെ ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്കൊടുവിൽ 2024 ദി ടെലിഗ്രാഫിനായി ഇമ്രാൻഖാൻ എഴുതിയ ലേഖനം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ജനറൽ അസീം മുനീർ ആയിരിക്കുമെന്ന് ഇമ്രാൻഖാൻ ആ ലേഖനത്തിൽ പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു. അടിമത്തത്തെക്കാൾ മരണമാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുനീറിന് കീഴിലുള്ള സൈനിക സ്ഥാപനം തന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫിന് രാഷ്ട്രീയ രംഗത്ത് നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇമ്രാൻഖാനും അസീം മുനീറും തമ്മിലുള്ള ഈ കടുത്ത വൈരാഗ്യം ആരംഭിക്കുന്നത് 2019 അന്ന് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു. 2018 അന്നത്തെ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ കീഴിൽ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ തലവനായി മുനീർ ചുമതലയേറ്റു. എന്നാൽ ഈ പദവിയിൽ അധികകാലം തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കേവലം 8 മാസത്തിനുള്ളിൽ 2019 ഖാൻ മുനീറിനെ ISI മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഈ നീക്കമാണ് ഇരുവർക്കുമിടയിലെ കടുത്ത പോരാട്ടത്തിന് വഴി തുറക്കുന്നത്. ഈ പുറത്താക്കലിന്റെ കാരണം സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തെളിവുകൾ മുനീർ അന്നത്തെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചതാണ് പുറത്താക്കലിന് കാരണമായതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ദി ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഖാൻ ഈ ആരോപണത്തെ ശക്തമായി നിഷേധിക്കുകയും ഭാര്യയുടെ അഴിമതിയെക്കുറിച്ച് മുനീർ ഒരു തെളിവും നൽകിയിട്ടില്ല എന്നും അതിനാൽ അദ്ദേഹത്തെ രാജിവെക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്നും ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. എങ്കിലും 2022 PTIയുടെ മുൻ നേതാവ് അലീം ഖാൻ പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ബുഷ്ര ബീവിയുടെ അഴിമതി തുറന്നു കാട്ടിയതിനാണ് മുനീറിനെ പുറത്താക്കിയതെന്ന ആരോപണത്തിന് വീണ്ടും ബലം നൽകി. പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണ ഖാന് ലഭിച്ചുവെങ്കിലും COVID-19 കൈകാര്യം ചെയ്തതിലെ വീഴ്ചയും അഴിമതി ആരോപണങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം സൈന്യവുമായി അകന്നു. 2022 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പതനത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യമായിരുന്നുവെന്ന് പല നിരീക്ഷകരും അഭിപ്രായപ്പെട്ടു. ഇതിനെ ഒരു യാദൃശ്ചിക സംഭവമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം ഖാന്റെ സ്ഥാനഭ്രംശത്തിന് 7 മാസങ്ങൾക്ക് ശേഷം ജനറൽ മുനീർ സൈനിക മേധാവിയായി ചുമതലയേറ്റു. ഇതോടെ ഇരുവരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചു. സൈനിക മേധാവിയായി മുനീർ സ്ഥാനമേറ്റ ശേഷം ഖാൻ അദ്ദേഹത്തിനെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങി. 2023 മെയ് മാസത്തിൽ 2022 നവംബറിൽ തനിക്ക് നേരെ നടന്ന വധശ്രമത്തിന് ഉത്തരവാദി ഉന്നത ISI ഉദ്യോഗസ്ഥനായ മേജർ ജനറൽ ഫസൽ നസീറാണെന്ന് ഖാൻ പരസ്യമായി ആരോപിച്ചു. നസീർ സൈനിക മേധാവിയുടെ അടുത്ത സഹായിയായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ ഇത് മുനീറിനെതിരായ നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് പലരും കണ്ടത്. ഇതിനു പിന്നാലെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഖാനെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും PTI പ്രവർത്തകർ ആക്രമണസക്തരാകുകയും ചെയ്തു. തന്റെ പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് തന്നോട് ഭയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖാൻ മുനീറിനെ വീണ്ടും ലക്ഷ്യം വെച്ചു. നിരവധി കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിട്ടും ജനറൽ അസീം മുനീറുമായുള്ള തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ ഇമ്രാൻഖാൻ തയ്യാറായില്ല. തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജയിലിന് പിന്നിൽ നിന്നും അദ്ദേഹം മുനീറിനെ വിമർശനങ്ങൾ തുടർന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഖാനെ മോചിപ്പിക്കണമെന്നും ഹഖീഖി ആസാദി യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ട് PTI അനുയായികൾ ഇസ്ലാമാബാദിൽ ഒരു വലിയ റാലി നടത്തി. മുനീറിനെതിരായ വിമർശനത്തിൽ ഖാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. സെപ്റ്റംബറിൽ സൈനിക മേധാവിയായ മുനീറിന് തന്റെ ഭരണം നീട്ടിക്കൊണ്ടുപോകാൻ ജനങ്ങളുടെ മേൽ അടിച്ചമർത്തൽ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നവംബറിൽ മുനീറിനെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അടിച്ചമർത്തുന്ന സ്വച്ഛാധിപതിയെന്നും മാനസികമായി അസ്ഥിരനായ മനുഷ്യനെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ഖാൻ തന്റെ നിലപാട് കൂടുതൽ കടുപ്പിച്ചു. അധികാരത്തിനായുള്ള ആർത്തിയിൽ മുനീറിന് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇമ്രാൻഖാന്റെ സുരക്ഷയും ആരോഗ്യത്തെയും കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ 24 ദിവസമായി ഖാന്റെ പോസ്റ്റുകളൊന്നും ഉണ്ടായില്ല. ജയിലിൽ നിന്ന് കുടുംബത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നവംബർ 5 എഴുതിയ അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റ് പാകിസ്ഥാനിൽ അസീം നിയമത്തിന്റെ ഭരണം മാത്രമേ ഉള്ളൂ എന്നും ഭരണഘടനയുടെയോ നിയമത്തിന്റെയോ ഭരണമില്ല എന്നും അവകാശപ്പെടുന്നുണ്ട്.
ഇമ്രാൻഖാന്റെ ഇപ്പോഴത്തെ തിരോധാനം അസീം മുനീറിന്റെ അവസാന പ്രതീകമെന്നോണം പല നിരീക്ഷകരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാൻ സർക്കാരും ഭരണകൂടവും മൗനം പാലിക്കുമ്പോൾ ഖാൻ നല്ല ആരോഗ്യവാനാണെന്ന് ജയിൽ അധികൃതർ മാത്രം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ രണ്ട് ശക്തരായ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് കാലം തെളിയിക്കേണ്ടതെന്നാണ്.